ജിമ്മി എവിടെ പോയി? ഏത് സമയവും ഉറക്കമാണ് അല്ലേ? റാണിയുടെ കോലം കണ്ട. റാണിയെ ചാമ്പലിൽ കുളിപ്പിച്ചിരുത്തിയിരിക്കുകയാണ്. ചാമ്പലിട്ടതിന് ശേഷം നമുക്ക് ചൊറിച്ചിൽ നല്ല മാറ്റമുണ്ട്. ഇപ്പം ചൊറിച്ചിലേ ഇല്ല. അങ്ങനെ 2-3 ദിവസം ഇട്ടപ്പോഴത്തേക്ക് മാറ്റം വന്നു ചൊറിച്ചിലിന്. അത് ചാമ്പലിടാൻ വിളിക്കുമ്പോഴത്തേക്ക് അവൾ ഓടി വരികയും ചെയ്യും. നല്ല ഇഷ്ടമാണ് അവൾക്ക്. പണ്ടൊക്കെ നമ്മളെ വീട്ടിലൊക്കെ ഞങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്, ഡോഗ്സൊക്കെ ഈ തീയൊക്കെ കൂട്ടി ഇട്ടിരിക്കുന്ന ചാരത്തിനകത്ത് അവർ പോയി കിടന്ന് മുതുകൊക്കെ ചരിഞ്ഞ് കിടന്ന് ചൊറിയൊക്കെ ചെയ്യുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അത് പ്രകൃതിയായിട്ട് അവർക്കത് കൊടുത്തിട്ടുള്ളൊരു കഴിവായിരുന്നു. ഇപ്പോഴൊന്നും ഈ വെളിയിലൊന്നും തീയത്തിപ്പും കാര്യമൊന്നും ഇല്ലാത്തത് കാരണം, ചാമ്പലൊന്നും വെളിയിലൊന്നും ഇടാത്തത് കാരണം ഇവർക്ക് അതിൻ്റെ അങ്ങനെ നാച്ചുറലായിട്ടുള്ള ചെയ്തത് പ്രിക്കോഷൻ എടുക്കാൻ പറ്റുന്നില്ല അവർക്ക്. അപ്പോൾ ഇപ്പോൾ അതൊന്നും എന്തായാലും ഞാൻ ട്രൈ ചെയ്തത് റാണിക്ക് നല്ല മാറ്റമുണ്ട്. അവൾക്ക് ചൊറിച്ചിലായിരുന്നു മെയിൻ പ്രശ്നം. അതിപ്പം മാറിയിട്ടുണ്ട്. അവളുടെ ചൊറിച്ചിൽ വളരെ റെയറായിട്ടേ ഇപ്പോൾ ചൊറിയുന്നുള്ളൂ. ഇവിടെ ജിമ്മിക്കുട്ടാ ഒന്ന് എണീക്കടാ. ഇത് എന്തൊരു ഉറക്കമെന്ന് നോക്കിയേ. ഇപ്പം ഞാൻ കയ്യെങ്ങാനും അടുത്തുകൊണ്ട് ചെന്നാലേ എനിക്കൊരു കടി കിട്ടും. അത് ഉറപ്പായിട്ടും കിട്ടും. റിസ്ക് എടുക്കണ്ട. അവന് നല്ല ഉറക്കം വരുന്നുണ്ട്. ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഉറക്കമാണ് അവർ 10 മണിയായി കഴിഞ്ഞാൽ. പക്ഷേ ഉറക്കമാണെങ്കിലുമേ എന്തെങ്കിലും ഒരു ചെറിയ അനക്കം കേട്ടാൽ മതി കേട്ടോ, ചാടിയങ്ങ് എണീക്കും. അതുകൊണ്ട് എണീറ്റിരുന്ന് മണം പിടിക്കുന്നുണ്ട്. എന്തോ ചെറിയ സ്മെല്ല് എവിടെയോ കിട്ടി. അതിൻ്റെ ആ മൂക്കനക്കുന്നുണ്ട. എത്ര ഇറങ്ങിയാലും അവരെ ഡ്യൂട്ടി എപ്പോഴും അവർ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്. ഇല്ലേ ജിമ്മ? ഒരാൾ വെയിൽ കൊള്ളാൻ പോയി കിടക്കുക. വിറ്റാമിൻ ഡി എങ്ങനെയാണ് സംഭരിക്കേണ്ടതെന്ന് വയറ്റിനെ കണ്ടുപിടിക്കണം. എപ്പോൾ വെയിൽ വന്നാലും അപ്പോഴേ പോയിരുത്തുള്ളത്. ഇപ്പോൾ വയറ്റി ഇപ്പോൾ ഇച്ചിരി നന്നാവുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഫുഡൊക്കെ അവൾ കുറച്ച് കഴിക്കുന്ന അളവൊക്കെ കൂട്ടിയപ്പോഴത്തേക്ക് ഇപ്പം എല്ലൊക്കെ തെളിഞ്ഞു വന്നത് മാറിയിട്ടുണ്ട്. ശകലിച്ച വണ്ണം വെച്ച് വരുന്നു. ഇപ്പോൾ കുഴപ്പമില്ല. ഞങ്ങളുടെ ചീര കൃഷിയുണ്ട, ചെടിച്ചട്ടിയിലാണ് ചീര. ഇത് ഇഞ്ചിയാണേ. ഇഞ്ചി ചട്ടിയിൽ തട്ട് ഒന്ന് നോക്കിയതാണ്. അപ്പോൾ അത് നല്ല അടിപൊളിയായിട്ട് ഇഞ്ചിയും കയറി വന്നിട്ടുണ്ട്. അത് മൊത്തം ചീര അവിടെ ചെടിച്ചട്ടിയിൽ ചീര ഇട്ടിരിക്കുക. ഇനിയിപ്പോൾ ഓണമൊക്കെ അല്ലേ, ഓണമൊക്കെ ആകുമ്പോഴത്തേക്ക് ഇനി നമുക്ക് ഇവിടെ കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ സമയം കിട്ടുന്നില്ല. രാവിലെ ഷോപ്പിൽ പോയാൽ രാത്രി ആകത്തില്ലേ വരാൻ. അപ്പോൾ അത് കാരണം ടൈം ഇല്ല. പിന്നെ ഇവരുടെ കാര്യങ്ങളെല്ലാം കൂടെ ഒക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് സമയക്കുറവ് നല്ല രീതിയിലുണ്ട്. അതാണിപ്പോൾ വീഡിയോ ഡെയിലി ഇടാത്ത കാരണവും അതുകൊണ്ട് തന്നെയാണ്. പിന്നെ ഇപ്പോൾ നമ്മളെ വീഡിയോയ്ക്ക് വ്യൂസൊക്കെ വളരെ കുറവാണ്. ആരും ലൈക്ക് ഷെയർ ഒന്നും ചെയ്യുന്നില്ല എന്ന് തോന്നുന്നു. മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെയാണ് വീഡിയോ എടുത്തിടുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്കൊക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇപ്പോൾ ടൈൽസ് എല്ലാം അഴുക്കായി കിടക്കുകയാണ്. ഇവരെല്ലാം അയ്യത്തൊക്കെ പോയിട്ട് ചെളിയായിട്ടൊക്കെ ഇവിടെ വന്ന് ആ കാല് ചവിട്ടി ഇവിടെ മൊത്തം അഴുക്കായി കിടക്കുക പൊടിയൊക്കെ. അപ്പോൾ ഇനി ഓണം പ്രമാണിച്ച് ഒരു ഫുൾ ക്ലീനിങ് ഇവിടെ ചെയ്യാനുണ്ട്. അതിന് സമയം കിട്ടുന്നില്ല. എങ്ങനെയെങ്കിലും ഈ ഞായറാഴ്ചയെങ്കിലും ഫുൾ ക്ലീനിങ് ചെയ്യണമെന്നാണ് കരുതുന്നത്. എല്ലാവരും ഓണത്തിൻ്റെ ഒരുക്കങ്ങളൊക്കെ ഇതുവരെ ആയി. നമ്മൾ ഇവിടെ വലിയ രീതിയിലൊന്നും ആഘോഷിക്കില്ല. ചെറിയ രീതിയിലുള്ള ഓണാഘോഷമൊക്കെ നമുക്കുള്ളൂ. പിന്നെ ക്ലീനിങ് എല്ലാം ചെയ്ത് വീടെല്ലാം വൃത്തിയാക്കി ഇടാൻ ശ്രമിക്കും മാക്സിമം. അതാണ് മെയിനായിട്ട് ഞങ്ങൾ ചെയ്യുന്നത്. ഓണം പ്രമാണിച്ചുണ്ടോ ഞങ്ങൾക്ക് അത്തപ്പൂക്കളമൊക്കെ ഇടാൻ വേണ്ടിയതാ. തെറ്റിപ്പൂ നല്ല വിശാലമായിട്ട് പൂത്തുലഞ്ഞ് കിടക്കുന്നു. പിന്നെ ഞങ്ങളുടെ ഡ്രാഗൺ ഫ്രൂട്ട് അടുത്ത ഡ്രാഗൺ ഫ്രൂട്ടിനകത്ത് കാ പിടിച്ചു കേട്ടോ. ഇതിപ്പോൾ പൂ വന്ന് വിരിഞ്ഞ് കഴിഞ്ഞ് കായായതാണ്. ഇതിൽ 2 പൂ ഉണ്ടായിരുന്നു. ഒരെണ്ണം അങ്ങ് കൊഴിഞ്ഞുപോയി. ഇതിപ്പോൾ ഒരു പൂ അവിടെ നിൽപ്പുണ്ട്. മുമ്പേ പിടിച്ചതെല്ലാവരും അവിടെ നിൽക്കുന്ന ആ ഡ്രാഗൺ ഫ്രൂട്ടിനകത്തായിരുന്നു. പപ്പായൊക്കെ മുട്ടൻ പപ്പായ. പക്ഷേ അബദ്ധം പറ്റി, കിണറ്റിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് വെക്കേണ്ടായിരുന്നു. അതിൻ്റെ വേര് നല്ല ശക്തിയുള്ളതല്ലേ. അപ്പോൾ ഇത് കുറച്ച് കഴിയുമ്പോൾ ഇത് ഇവിടെ നിന്ന് വെട്ടി മാറ്റിയിട്ട് വേറെ ചെടി എന്തെങ്കിലും പച്ചക്കറി എന്തെങ്കിലും നട്ടു കൊടുക്കുക. നമ്മളിപ്പം മുറ്റത്ത് കൂടുതലും ചെടികളെക്കാളും പച്ചക്കറി കൃഷിയാക്കിയിരിക്കുകയാണ് കേട്ടോ. ചെടിച്ചട്ടികളിൽ കംപ്ലീറ്റ് പച്ചക്കറിയാണ്. നീ ഇങ്ങനെ കിടന്നാലേ കുറച്ച് കഴിയുമ്പോൾ ഉണക്ക കരുവാടായി പോവും, ഉണക്ക മീനായി പോവും കുറച്ച് കഴിയുമ്പോൾ. പിന്നെ ഞാൻ എടുത്ത് പൊരിച്ച് തിന്നും കേട്ടാ. പൊരിച്ച് തിന്നട്ടോടി നിന്നെ കള്ളിപ്പെണ്ണ്. ഏടി കള്ളിപ്പെണ്ണ്. പൊരിച്ച് തിന്നു ഞാൻ കേട്ടാ. ഗുഡ് ഗേളാണ്. അയ്യോ ഭയങ്കര അസൂയാണ്. കൊതിച്ചിയോ വയറ്റി ഭയങ്കര കൊതിച്ചിയാണ് കേട്ടാ. എന്ത് ഫുഡ് എടുത്താലും ആദ്യം അവൾക്ക് വേണം, വേറെ ആർക്കും കൊടുക്കാൻ പാടില്ല. അത് അവൾക്ക് വേണമെങ്കിലും ശരി വേണ്ടെങ്കിലും ശരി ആദ്യം അവൾക്ക് തന്നെ അത് വേണം. അതങ്ങനത്തെ ഒരു പെങ്കൊച്ച്. എന്തുവാ നെറ്റിലൊക്കെ ഒന്നുമില്ല. അതിൻ്റെ അടിയിൽ നിന്ന് ഒരാൾ ഇറങ്ങി വന്നാണ്ടോ.
വൈറ്റിയെ സ്നേഹിക്കുന്നതുകൊണ്ട് അസൂയ മൂത്തിറങ്ങിയെന്നതാണ്. ഞാൻ കയ്യിൽ മരുന്നിട്ട് കൊടുത്തപ്പോൾ കോളറിട്ട് കൊടുത്തതാണ്. അത് ഊരി മാറ്റിയത്. സാധാരണ അവൾ തന്നെ അത് ഊരി മാറ്റുന്നതാണ്, ഞാൻ ഊരി മാറ്റേണ്ട ആവശ്യമില്ല. വൈറ്റമ്മ ഒരു ബൈ പറഞ്ഞ മോളെ, ഒരു ബൈ പറഞ്ഞ് ഈ നാക്കങ്ങ് അകത്തിട്ടേ, ഈ ശുന്നരി നാക്കങ്ങ് അകത്തിട്ടേ എണീറ്റ് കുത്തിയിരിച്ചു. ഞാടി കല്ലി. ബൈ.